2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. കാളികാവ് പള്ളിശ്ശേരി അങ്ങാടിയിൽ കൂറ്റൻ ചീനിമരം അപകടാവസ്ഥയിൽ. മരത്തിന്റെ കൊമ്പിൽ തട്ടി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. പള്ളിശ്ശേരി അങ്ങാടിയിൽ യാത്രക്കാർക്കും കച്ചവടക്കാർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം ഭീഷണിയായി കൂറ്റൻ ചീനിമരം അപകടാവസ്ഥയിലാണ്. മരത്തിന്റെ അടിഭാഗം ജീർണാവസ്ഥയിലും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ചീനിമരം ഇപ്പോഴുള്ളത്. മരത്തിന് സമീപത്തുള്ള വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കുമെല്ലാം വലിയ ഭീഷണിയാണ് ചീനിമരം. മരത്തിന് ചുവട്ടിലൂടെ വൈദ്യുതിയുടെ HT LT ലൈനുകൾ കടന്നുപോകുന്നത് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടുണ്ട്. അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റുമായി ഇടപെട്ട് മരം മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരം കടപുഴകി വീഴുമെന്ന ഭീതിയിലാണ് സമീപവാസികൾ. ഈ മരം നമുക്ക് നാട്ടുകാർക്കും അതേമാതിരി നമ്മളെ വണ്ടിക്കാരൊക്കെ പോകുമ്പോൾ ഭയങ്കര അപകടം പിടിച്ചൊരു ഇതിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്ന സമയത്ത്, ഒഴിച്ചെടുക്കുന്ന സമയത്ത്, ലോഡ് വണ്ടിയൊക്കെ വരുന്ന സമയത്ത് അതിമ തട്ടിക്കാണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അപകട സാധ്യതയുള്ള ഒരു ഇതാണ്. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മദ്രസ് പോണ കുട്ടികളും സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഉണ്ട്. വണ്ടി വരുന്ന സമയത്ത്, ലോഡ് വണ്ടിയൊക്കെ വരുന്ന സമയത്ത് ഇതിന്മേൽ തട്ടിയിട്ട് വണ്ടി മരങ്ങളൊക്കെ ഉണ്ടാവും, ഒരു അതിന് ചാരി പോരുന്നതുകൊണ്ട് അന്ന് കൊമ്പുകൾ വീഴുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളെ മഴ കാറ്റൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്നത് തന്നെ ഒരു ഭീഷണിയാണ്. കാരണം ഈ മരം വീണ് കഴിഞ്ഞാൽ ഈ ബിൽഡിങ് മൊത്തം പോണ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അതിന് വേരൊന്നുമില്ല, വേര് തീരില്ല. ഈ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സമയത്ത് വല്ല കാറ്റും വന്നു കഴിഞ്ഞാൽ, മഴയും കാറ്റൊക്കെ വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപകട മേഖലയാണ്. അപകടത്തിന് വളരെ സാധ്യതയുള്ള ഒരു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.